ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ 7th സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ 9th ചാപ്റ്റർ സോയിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പം നമുക്കിന്ന് ബാക്കി പോർഷൻസിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോസ് കൂടി കാണുക, നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണത്. A vertical section through different layers of soil is called the soil profile. അപ്പോൾ എന്താണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്? ഒരു പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേയേഴ്സ്, സോയിലിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേയേഴ്സിൻ്റെ ഒരു വെർട്ടിക്കൽ സെക്ഷനെയാണ് നമ്മൾ സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് ലെയർ ഡിഫേഴ്സ് ഇൻ ഫീൽ, കളർ, ഡെപ്ത് ആൻഡ് കെമിക്കൽ composition. These layers are referred to as horizons. ഓക്കെ, അപ്പം ഈ ഓരോ ലെയർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അതിൻ്റെ ടെക്സ്ചറും കളറും ഡെപ്തും ആ കെമിക്കൽ കമ്പോസിഷനും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഈ ലെയേഴ്സിനെയാണ് നമ്മൾ ഹൊറിസോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോയിൽ പ്രൊഫൈൽ എന്താണെന്നും ഹൊറിസോൺസ് എന്താണെന്നും ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മൾ പഠിച്ചു അല്ലേ? We usually see the top surface of the soil, not the layers below it. If we look at the sides of a recently dug ditch, we can see the inner layers of the soil too. അപ്പം നമ്മളെപ്പോഴും കാണുന്നത് ഈ സോയിലിൻ്റെ മുകൾ ഭാഗമാണ് അല്ലേ, അല്ലാണ്ട് ഈ ലേയേഴ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു കുഴി നോക്കുകയാണെങ്കിൽ, അതായത് വളരെ റീസെൻ്റ് ആയിട്ടെടുത്ത ഒരു കുഴിയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇന്നർ ലേയേഴ്സ്, സോയിലിൻ്റെ ഇന്നർ ലേയേഴ്സ് കാണാനായിട്ട് സാധിക്കും. അത്ര ഡീപ്പായിട്ടായിട്ടുള്ള കുഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, such a view enables us to observe the soil profile at that place. അപ്പോൾ അങ്ങനെ ഒരു കുഴി കാണുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ആ ഒരു സോയിൽ പ്രൊഫൈൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Soil profile can also be seen while digging a well or laying the foundation of a building. It can also be seen at the sides of a road on a hill or at a steep river bank. അപ്പോൾ നമുക്ക് ഈ സോയിൽ പ്രൊഫൈൽ ഇത് എവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും? ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ അവിടെ കാണാം. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മലയുടെയൊക്കെ മുകളിൽ ഈ റോഡ് സൈഡിൻ്റെ സൈഡിലായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിവർ ബാങ്ക്സിലും ഇത് കാണാൻ സാധിക്കും. The uppermost horizon is generally dark in color as it is rich in humus and minerals. ഈ അപ്പർമോസ്റ്റ് ഹൊറിസോൺ, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇച്ചിരി ഡാർക്ക് കളറാണ്. അതെന്തുകൊണ്ടാണ് അതിന് ഡാർക്ക് കളർ വന്നത്? ഹ്യൂമസും മിനറൽസും ധാരാളം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു ഡാർക്ക് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ അപ്പർമോസ്റ്റ് ആ ഒരു ഹൊറിസോണിൽ ഡാർക്ക് കളറാണുള്ളത്. അത് വരാനായിട്ടുള്ള കാരണം എന്താണ്? അത് ഹ്യൂമസിലും മിനറൽസിലും റിച്ച് ആയതുകൊണ്ടാണ്. ദ ഹ്യൂമസ് മേക്സ് ദി സോയിൽ ഫെർട്ടൈൽ ആൻഡ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ടു ഗ്രോയിങ് പ്ലാന്റ്സ്. ഈ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, റൂട്ടിംഗ് ഡെഡ് മാറ്റർ ആണല്ലേ. അപ്പോൾ ഈ ഹ്യൂമസാണ് സോയിലിന് അതിൻ്റെ ഫെർട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ വളരുന്ന പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഹ്യൂമസാണ്. ദിസ് ലെയർ ഈസ് ജനറലി സോഫ്റ്റ്, പോറസ് ആൻഡ് ക്യാൻ റീറ്റെയിൻ മോർ വാട്ടർ. ഇറ്റ് ഈസ് കോൾഡ് ദി ടോപ്പ് സോയിൽ ഓർ ദി എ ഹൊറിസോൺ. അപ്പോൾ ഈ ലെയർ കുറച്ചുകൂടെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ പോറസ് ആണ്, അതായത് സുഷിരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം ഇതിന് റീറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ലെയറിനെ, ഈ ടോപ്പ് മോസ്റ്റ് ലെയറിനെയാണ് ടോപ്പ് സോയിൽ അല്ലെങ്കിൽ എ ഹൊറിസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് ഈ സോയിൽ പ്രൊഫൈലിൻ്റെ ഈ ഒരു ഫിഗർ 9.3 നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും അപ്പർമോസ്റ്റ് ആയിട്ടുള്ള ലെയർ അതിന് കുറച്ച് ഡാർക്ക് കളറാണ്. അതിനെയാണ് എ ഹൊറിസോൺ അല്ലെങ്കിൽ ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോൾ പഠിച്ചത്? ഇത് ഡാർക്ക് കളറാണ്, കാരണം ഇവിടെ ഹ്യൂമസും മിനറൽസും ധാരാളമുണ്ട്. ഈ ഹ്യൂമസ് സോയിലിന് ഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ ഗ്രോയിങ് പ്ലാന്റ്സിന് ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ലെയർ സോഫ്റ്റ് ആണ്, പോറസ് ആണ്, വാട്ടർ റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ലെയറിനെയാണ് നമ്മൾ ടോപ്പ് സോയിൽ അല്ലെങ്കിൽ എ ഹൊറിസോൺ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ സോയിൽ പ്രൊഫൈൽ എന്താണെന്ന് പഠിച്ചല്ലേ. ആ ഒരു വേർട്ടിക്കൽ സെക്ഷനെയാണ് ഈ ഡിഫറെൻറ്റ് ലെയേഴ്സിലൂടെയുള്ള ഈ ഒരു വേർട്ടിക്കൽ സെക്ഷനെയാണ് നമ്മൾ സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിലുള്ള ഓരോ ലെയേഴ്സിനെയും നമ്മൾ ഹൊറിസോൺസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ടെക്സ്ചറും കളറും ഡെപ്തും കെമിക്കൽ കമ്പോസിഷനും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഈ ലെയേഴ്സിനെ നമ്മൾ ഹൊറിസോൺസ് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് ഈ ഫസ്റ്റ് ലെയറിനെ കുറിച്ചാണ് അല്ലേ. അതിൻ്റെ പേര് ടോപ്പ് സോയിൽ അല്ലെങ്കിൽ എ ഹൊറിസോൺ എന്നാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? ഇതിൻ്റെ ഡാർക്ക് കളറാണ്, അതിൻ്റെ റീസൺ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെയുള്ള ഹ്യൂമസ് ഫെർട്ടിലിറ്റിയും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന പഠിച്ചു. അതുപോലെ തന്നെ ഈ ലെയറിൻ്റെ മറ്റ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, സോഫ്റ്റ്, പോറസ്, വാട്ടർ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ സോയിൽ പ്രൊഫൈൽ എന്താണ്, ഹൊറിസോൺസ് എന്താണ്, അതുപോലെ തന്നെ എ ഹൊറിസോൺ വരെ നമ്മൾ പഠിച്ചു. This provides shelter for many living organisms such as worms, rodents, moles and beetles. അപ്പോൾ ഈ എ ഹൊറിസോൺ അല്ലെങ്കിൽ ടോപ്പ് സോയിൽ എന്ന് പറയുന്ന ഏറ്റവും അപ്പർമോസ്റ്റ് ആയിട്ടുള്ള ഈ ലെയറാണ് ധാരാളം ഓർഗാനിസത്തിന് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വേംസ്, റോഡൻസ്, മോൾസ്, ബീറ്റിൽസ് അങ്ങനെ ധാരാളം ജീവജാലങ്ങൾക്ക് ഈ ഒരു ലെയർ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പുഴുക്കളും എലിയും മുയലും പിന്നെന്താ വണ്ടുകളും അങ്ങനെ ധാരാളം പ്രാണികളെ നമുക്ക് ഇതിൽ തന്നെ കാണാം അല്ലേ. ദ റൂട്ട്സ് ഓഫ് സ്മോൾ പ്ലാന്റ്സ് ആർ എംബഡഡ് എൻറ്റയർലി ഇൻ ദ ടോപ്പ് സോയിൽ. അതുപോലെ തന്നെ ഈ എല്ലാ പ്ലാന്റ്സിൻ്റെയും റൂട്ട്സ് ഈ ഒരു ടോപ്പ് സോയിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശേഷിയും ഈ ടോപ്പ് സോയിൽ അല്ലെങ്കിൽ എ ഹൊറിസോണിന് ഉണ്ട്. The next layer has a lesser amount of humus but more of minerals. അടുത്ത ലെയറിൽ അതായത് എ ഹൊറിസോൺ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഹ്യൂമസും ഉണ്ട് മിനറൽസും ഉണ്ടെന്ന് പഠിച്ചായിരുന്നു അല്ലേ. ഇനി അടുത്ത ഒരു ലെയറിൽ ഹ്യൂമസ് കുറവാണ്, കൂടുതലും മിനറൽസ് ആണ് ഉള്ളത്. ദിസ് layer is generally harder and more compact and is called the B horizon or the middle layer. അപ്പം കൂടുതൽ ഹാർഡറും ആണ് ഈ ലെയർ, അതുപോലെ തന്നെ കുറച്ചുകൂടെ കോമ്പാക്റ്റും ആണ്. അങ്ങനെയുള്ള ഈ ഒരു ലെയറിനെ ബി ഹൊറിസോൺ അല്ലെങ്കിൽ മിഡിൽ ലെയർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ടോപ്പ് സോയിൽ അല്ലെങ്കിൽ എ ഹൊറിസോൺ എന്ന് പറയുന്നത് സോഫ്റ്റും പോറസും ആയിരുന്നു അല്ലേ. പക്ഷേ ഇത് കൂടുതൽ ഹാർഡറും ആണ്, കോമ്പാക്റ്റും ആണ്. ഇതിനെ മിഡിൽ ലെയർ അല്ലെങ്കിൽ ബി ഹൊറിസോൺ എന്നാണ് അറിയപ്പെടുന്നത്. The third layer is the C horizon, which is made up of small lumps of rocks with cracks and crevices. അപ്പം അടുത്ത ഒരു ലെയർ, അതായത് മൂന്നാമത്തെ ലെയറിനെയാണ് സി ഹൊറിസോൺ എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ റോക്സും അതായത് വിള്ളലൊക്കെ വീണ് ചെറിയ ചെറിയ റോക്സൊക്കെ കൊണ്ടാണ് ഈ ഒരു ലെയർ മേക്ക് ചെയ്തിരിക്കുന്നത്. Below this layer is the bedrock which is hard and difficult to dig with a spade. അപ്പോൾ ഈ ഒരു ലെയറിന് സി ഹൊറിസോൺ എന്ന് പറയുന്ന ഈ ഒരു ലെയറിന് താഴെയുള്ള ലെയറിനെയാണ് ബെഡ്റോക്ക് എന്ന് വിളിക്കുന്നത്. അത് കുറേ കൂടെ ഹാർഡാണ്, അതായത് ഒരു മൺവെട്ടി കൊണ്ട് പോലും കിളയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര ഹാർഡാണ് ആ ഒരു ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോയിൽ പ്രൊഫൈൽ എന്താണ്, ഹൊറിസോൺസ് എന്താണ്, ഓരോ ലെയറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയല്ലേ. സോയിൽ പ്രൊഫൈലിൻ്റെയും ഹൊറിസോണിൻ്റെയും ഡെഫിനിഷൻ പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഈ ഓരോ ലെയറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു ഫിഗറും അത്യാവശ്യം മാർക്ക് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എ ഹൊറിസോൺ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ബി ഹൊറിസോൺ, സി ഹൊറിസോൺ, ബെഡ്റോക്ക്. ഓക്കെ, അതുപോലെ തന്നെ എ ഹൊറിസോണും ബി ഹൊറിസോണും വേറെ രണ്ട് പേര് കൂടിയുണ്ട്, അതും ഓർത്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ക്യാരക്ടറിസ്റ്റിക്സും ഓർത്ത് വെക്കുക. ഓക്കെ, സോയിൽ ടൈപ്സ്. As you know, weathering of rocks produces small particles of various materials. These include sand and clay. അപ്പോൾ റോക്സിൻ്റെയൊക്കെ വെതറിങ് കാരണം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവാറുണ്ടല്ലേ. അതായത് സാൻഡോ ക്ലേ അങ്ങനെ ധാരാളം പാർട്ടിക്കിൾസ് ഈ വെതറിങ്ങിലൂടെ ഉണ്ടാവാറുണ്ട്. The relative amount of sand and clay depends upon the rock from which the particles were formed. That is the parent rock. അപ്പോൾ എത്ര സാൻഡ് അല്ലെങ്കിൽ ക്ലേ ആണ് ഉണ്ടാവുന്നതെന്നുള്ളത് ആ ഒരു റോക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ വെതറി ചെയ്യുന്ന ആ ഒരു റോക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര എമൗണ്ടാണ് സാൻഡും ക്ലേയും ഉണ്ടാവുന്നതെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു റോക്ക് എന്ന് പറഞ്ഞാൽ അതിനെ പേരൻറ് റോക്ക് എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു റോക്കിൽ വെതറിങ് നടന്നതിൽ ഫലമായിട്ടാണ് ഈ സാൻഡും ക്ലേയും ഒക്കെ ഉണ്ടായതല്ലേ. അപ്പോൾ ആ ഒരു റോക്കിൻ്റെ ഒരു ടൈപ്പ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്
ഈ എത്ര എമൗണ്ട് സാൻഡും ക്ലേയും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ദ മിക്സ്ചർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ആൻഡ് ഹ്യൂമസ് ഈസ് കോൾഡ് ദി സോയിൽ. അപ്പോൾ ഈ റോക്ക് പാർട്ടിക്കിൾസിൻ്റെ അതുപോലെ തന്നെ ഹ്യൂമസിൻ്റെ മിക്സ്ചറിനെയാണ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സോയിലിൻ്റെ ഡെഫിനിഷൻ. മാർക്ക് ചെയ്യുക. ലിവിങ് ഓർഗാനിസംസ് സച്ച് ആസ് ബാക്ടീരിയ, പ്ലാന്റ് റൂട്ട്സ് ആൻഡ് എർത്ത് വേം ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എനി സോയിൽ. അപ്പം ഈ ലിവിങ് ഓർഗാനിസംസ്, ബാക്ടീരിയ അല്ലെങ്കിൽ ഈ പ്ലാന്റ് റൂട്ട്സും എർത്ത് വേമും ഒക്കെ ഈ ഒരു സോയിലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗം തന്നെയാണ്. The soil is classified on the basis of the proportion of particles of various sizes. ഈ സോയിലിനെ ഇതിലുള്ള ഓരോരോ സാധനങ്ങളെ അതിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഫ് ദ സോയിൽ കണ്ടെയ്ൻസ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ബിഗ് പാർട്ടിക്കിൾസ് ഇറ്റ് ഈസ് കോൾഡ് സാൻഡി സോയിൽ. കൂടുതലായിട്ടും നല്ല വലുപ്പമുള്ള പാർട്ടിക്കിൾസാണ് ഈ സോയിലുള്ളത് എങ്കിൽ അതിനെ സാൻഡി സോയിൽ എന്നാണ് പറയുന്നത്. ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫൈൻ പാർട്ടിക്കിൾസ് ഈസ് റിലേറ്റീവ്ലി ഹയർ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ക്ലേയി സോയിൽ. ഫൈൻ പാർട്ടിക്കിൾസ്, അതായത് തീരെ കനം കുറഞ്ഞ പാർട്ടിക്കിൾസാണ് കൂടുതലായിട്ടും ഈ സോയിലിൽ കാണപ്പെടുന്നതെങ്കിൽ അതിനെ ക്ലേയി സോയിൽ എന്നാണ് പറയുന്നത്. If the amount of large and fine particles is about the same, then the soil is called loamy. അപ്പം ഈ ഫൈൻ പാർട്ടിക്കിൾസ്, അതായത് കനം കുറഞ്ഞ പാർട്ടിക്കിൾസിൻ്റെ അതുപോലെ തന്നെ ഇച്ചിരി വലിപ്പമുള്ള പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ സെയിം എമൗണ്ടിലാണ് ഈ രണ്ടും കാണുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സോയിലിനെ നമ്മൾ ലോമി സോയിൽ എന്നാണ് വിളിക്കുന്നത്. Thus the soil can be classified as sandy, clayey and ലോമി. അതുകൊണ്ട് തന്നെ സോയിലിനെ നമുക്ക് സാൻഡി, ക്ലേയി ആൻഡ് ലോമി എന്നിങ്ങനെ 3 ഇതായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം സോയിൽ എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലേ, റോക്ക് പാർട്ടിക്കിൾസിൻ്റെ അതുപോലെ ഹ്യൂമസിൻ്റെ ഒരു മിക്സ്ചറാണ് ഈ സോയിൽ എന്ന് പറയുന്നത്. ഈ സോയിലിനെ അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾസ് അതിൻ്റെ പ്രൊപ്പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് സോയിലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. 3ആയിട്ടാണ് ഈ സോയിലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സാൻഡി, ക്ലേയി ആൻഡ് ലോമി. സാൻഡി എന്ന് പറഞ്ഞാൽ വലുപ്പമുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രൊപ്പോർഷനാണ് കൂടുതൽ. ക്ലേയി എന്ന് പറഞ്ഞാൽ ഇവിടെ കനം കുറഞ്ഞ വലുപ്പം കുറഞ്ഞ പാർട്ടിക്കിൾസിൻ്റെ പ്രൊപ്പോർഷനാണ് കൂടുതൽ. ലോമി എന്ന് പറഞ്ഞാൽ ഈ വലുപ്പം കൂടിയതും വലുപ്പം കുറഞ്ഞതുമായിട്ടുള്ള പാർട്ടിക്കിൾസ് ഈക്വൽ എമൗണ്ടിലാണ് ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് സോയിലിൻ്റെ ഡെഫിനേഷനും സോയിലിൻ്റെ 3 ക്ലാസിഫിക്കേഷനും. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക.